ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എജുകോസ്. ഓണപ്പരീക്ഷ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നാളെ സോഷ്യോളജിയുടെ എക്സാമാണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ ഒഴിച്ചുകൂടാതെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. ഫസ്റ്റ് വൺ, പ്രയർ നോളജ് ടു സോഷ്യോളജി. Then social map, common sense. Social map, common sense 2 mark ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ദെൻ സെൽഫ് റിഫ്ലക്സിവിറ്റി, സ്വയം പ്രതിഫലനം, അതും 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിച്ചേക്കാം. ദെൻ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ്? പ്രയർ നോളജ് ടു സോഷ്യോളജി. സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവ്. എന്താണ് സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവ്? അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണ് എന്ന ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവ് എന്ന് പറയുമ്പോൾ സമൂഹത്തെക്കുറിച്ച് മുന്നറിവില്ലാത്ത വ്യക്തികൾ ഉണ്ടാവില്ല. ഒരുവിധം എല്ലാ വ്യക്തികൾക്കും നാം ജീവിക്കുന്ന സൊസൈറ്റിയെക്കുറിച്ച് മുന്നറിവുണ്ടായിരിക്കും, അല്ലേ? അപ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? സമൂഹശാസ്ത്രം തുടങ്ങുന്നത് 0-ൽ നിന്നല്ല തുടങ്ങുന്നത്. അപ്പം ഒരു 0-ൽ നിന്നല്ല. അപ്പം എല്ലാവർക്കും ഒരു ചെറിയ ഒരു നോളജ് എന്തിനെക്കുറിച്ചുണ്ട്? സമൂഹത്തെക്കുറിച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മുന്നറിവ് രൂപപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൽപ്പെട്ട ഒന്നാണ് കുടുംബം, നമ്മുടെ ഫാമിലി, അതുപോലെ സമൂഹം, സ്കൂള്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ നമുക്ക് മുന്നറിവ് രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് എഴുതാം. സമൂഹശാസ്ത്രത്തിലെ ഇതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളും ദോഷങ്ങളും കൂടി ചോദിച്ചേക്കാം. അപ്പോൾ അതും കൂടി എഴുതണം. ഗുണങ്ങൾ, ദോഷങ്ങൾ എന്ന ഹെഡിങ് കൊടുത്തിട്ട് പോയിൻ്റായിട്ട് നിങ്ങൾ എഴുതണം. എന്തൊക്കെയാണ് ഗുണങ്ങളും ദോഷങ്ങളും എന്ന് ജസ്റ്റ് നമുക്ക് പറയാം. ഫസ്റ്റ് മെറിറ്റ് അഥവാ ഗുണം. സമൂഹശാസ്ത്ര പഠനം നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കുന്നു. സമൂഹത്തെക്കുറിച്ച് നമുക്കൊരു മുന്നറിവ് ഉണ്ടാകുന്നതിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് സോഷ്യോളജി നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം എന്താണ്? അതിനെക്കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിലാണ്. അതുപോലെ നിത്യജീവിതവുമായി ബന്ധപ്പെടാൻ നമുക്ക് ഇതിലൂടെ കഴിയുന്നു. ഓക്കെ, അതുപോലെ ദോഷങ്ങൾ, ഒരു 2 പോയിൻ്റൊക്കെ നോട്ട് ചെയ്യുക. ദോഷങ്ങളെന്ന് പറയുന്നത്, ഇപ്പം മുന്നറിവിലൂടെ നമ്മൾ മുമ്പ് പഠിച്ച ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കേണ്ടി വരും. അതിനൊന്നും എന്തില്ല, ഒരു ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പോയിൻ്റ് എഴുതാം. ദെൻ സെക്കൻഡ് വൺ, സാമാന്യബോധം ഉപയോഗിച്ചാണ് നമ്മൾ ഈ മുന്നറിവ് നമുക്ക് ഉണ്ടാവുന്നത് തുടക്കത്തിൽ. അപ്പോൾ ഈ സാമാന്യബോധം ഉപയോഗിച്ച് നാം ആദ്യം മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് എന്തുണ്ടാവില്ല? ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ, ഒരു സയൻറ്റിഫിക് ബേസ് ഉണ്ടാവില്ല എന്നുള്ളത് എഴുതാം. ദെൻ അപ്പം അതിൽ നമുക്ക് ഭാഗികമായിട്ട് മാത്രമേ സത്യം ഉണ്ടാവും. ചിലപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ മുന്നറിവിലൂടെ പണ്ട് പഠിച്ചതൊന്നും കംപ്ലീറ്റ് സയൻറ്റിഫിക്കലി നമ്മൾ പഠിച്ചു വരുമ്പം അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതൊരു ദോഷമാണ്. ദെൻ മറ്റൊരു പോയിൻ്റ്, ഇങ്ങനെ നമുക്കുണ്ടാവുന്ന ഈ ഭാഗിക അറിവുകൾ പലപ്പോഴും നമ്മളെ പഠനത്തിൽ തടസ്സം സൃഷ്ടിക്കാം. അപ്പോൾ അത് കറക്റ്റല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആ ഒരു ശാസ്ത്രീയമായിട്ട് നമുക്ക് വരുന്ന പഠന രീതിയിൽ തടസ്സം സൃഷ്ടിക്കാൻ കാരണമാകുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു എന്താണ് ഡീമെറിറ്റായിട്ട് നമുക്ക്, ദോഷമായിട്ട് നമുക്ക് കാണാം. നെക്സ്റ്റ് വൺ, ആത്മപരിശോധന അഥവാ സെൽഫ് റിഫ്ലക്സിവിറ്റി. ആത്മപരിശോധന, സ്വയം നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പരിശോധിക്കാനുള്ള കഴിവ്, നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ വിശകലനം ചെയ്യുക. പൊതുവെ എല്ലാവരെയും സ്വഭാവം മറ്റുള്ളവരുടെ മറിച്ചും ഡിമറിച്ചും ഒക്കെ പറയുന്നതിന് പകരം നമ്മളെക്കുറിച്ച്, നമ്മുടെ സെൽഫിനെ കുറിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് പരിശോധന നടത്തുക. അതുപോലെ പുറമേക്കുള്ള നമ്മുടെ ദൃഷ്ടിയെ എന്ത് ചെയ്യുക?
സ്വന്തത്തിലേക്ക് തിരിക്കുക. അതായത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പുറമേക്കുള്ള നമ്മുടെ ദൃഷ്ടിയെ നമ്മൾ സ്വന്തത്തിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ നോക്കി വീക്ഷിക്കുന്ന സമയം നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, നമ്മൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ആകാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, വീക്ഷിക്കുക, അനലൈസ് ചെയ്യുക. അതാണ് സെൽഫ് റിഫ്ലക്സിവിറ്റി. സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയാം, ആത്മപരിശോധന. നമ്മൾ തന്നെ ഒന്ന് വിശകലനം ചെയ്യുക, നമ്മുടെ ഗുണങ്ങളും ദോഷങ്ങളും. അതിനെയാണ് സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നും ഈ ഒരു സെൽഫ് റിഫ്ലക്സിവിറ്റി നമുക്ക് കാണിച്ചു തരുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെയാണ് നിങ്ങൾ സെൽഫ് റിഫ്ലക്സിവിറ്റി ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം പുറമെ നിന്ന് സ്വയം വീക്ഷിക്കാനും ഇത് നമ്മളെ സഹായിക്കും. പുറത്തു നിന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ, ഇപ്പം പുറമേയുള്ള ആളുകൾ നമ്മളെ വീക്ഷിച്ച് വിശകലനം ചെയ്യുമ്പോൾ, ജഡ്ജ് ചെയ്യുമ്പോൾ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സ്വയം ജഡ്ജ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലാതെ മറ്റുള്ളവരിലേക്ക് നോക്കാതെ. അതാണ് സെൽഫ് ഒബ്സർവേഷൻ, സെൽഫ് റിഫ്ലക്സിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് കോമൺ സെൻസ്. ഇതൊക്കെ ഒരു പ്രാവശ്യം കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം സോഷ്യോളജിയെക്കുറിച്ച് നമുക്ക് പ്രയർ നോളജ് ഉണ്ട്. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ സെൻസ് എന്താണ്? സാമാന്യബോധമാണ്. അതായത് സാമാന്യബോധത്തിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നതാണ് കോമൺ സെൻസ്. അല്ലാതെ ബുക്കിൽ നിന്ന് പഠിച്ചിട്ടോ സയൻറ്റിഫിക്കായി പഠിച്ചിട്ടോ ഒന്നുമല്ല. അപ്പോൾ വ്യക്തിപരമായ അഭിപ്രായത്തെ നമുക്ക് എന്ത് പറയാം? കോമൺ സെൻസ് എന്ന് പറയാം. പല വ്യക്തികൾക്കും പല അഭിപ്രായമായിരിക്കും, അല്ലേ? അപ്പോൾ ഈ കോമൺ സെൻസിന് ശാസ്ത്രീയമായ അടിത്തറയില്ല എന്ന പോയിൻ്റ് കൂടെ ഓർക്കണം. പക്ഷേ സോഷ്യോളജിക്ക് എന്തുണ്ട്? ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. സോഷ്യോളജിയിൽ നമ്മളൊരു കാര്യം പഠിച്ചു വരുമ്പം അത് കോമൺ സെൻസിൽ നമ്മൾ പഠിച്ചതുമായിട്ട് മാച്ചാവില്ല. അപ്പോൾ കോമൺ സെൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നും വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു വ്യക്തി സ്വന്തം കാഴ്ചപ്പാടിൽ നിന്നും ഒരു കാര്യത്തെ വിലയിരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോമൺ സെൻസ് എന്ന് പറയുന്നത് എന്നെഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ സോഷ്യൽ മാപ്പാണ്. അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് സോഷ്യൽ മാപ്പ്? ഇപ്പം നമ്മൾ ജോഗ്രാഫിക്കൽ മാപ്പും മറ്റ് മാപ്പുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തിനാണ് നമ്മൾ നോക്കുന്നത്? അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര ഭൂപടം എന്തിനാണ് നമ്മൾ നോക്കുന്നത്? നമ്മുടെ പ്രദേശത്തിൻ്റെ സ്ഥാനവും സ്വഭാവവും നിർണ്ണയിക്കാനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, അല്ലേ? അതിന് പകരം ഒരു വ്യക്തി അയാളുടെ സ്വന്തം സ്ഥാനം നിർണ്ണയിക്കുന്നത് എവിടെ? സമൂഹത്തിൽ ഒരു വ്യക്തി അയാളുടെ സ്വന്തം സ്ഥാനം നിർണ്ണയിക്കാനാണ് സോഷ്യൽ മാപ്പ് സോഷ്യോളജിയിൽ സോഷ്യൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് സോഷ്യൽ ഗ്രൂപ്പുകളെ പറയാം, ഭാഷ ലാംഗ്വേജ് പറയാം, കാസ്റ്റ് പറയാം, ക്ലാസ് പറയാം, റിലീജിയൻ പറയാം. അപ്പം എന്താണ് സോഷ്യൽ മാപ്പ്? സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ, ആ വ്യക്തിക്ക് സമൂഹത്തിൽ എവിടെയാണ് ആ വ്യക്തി എന്താണ് എന്നുള്ളതൊക്കെ കാണിക്കാൻ ആണ് സോഷ്യൽ മാപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി സ്വന്തം സ്ഥാനം നിർണ്ണയിക്കാൻ നമുക്ക് സാമൂഹിക ഭൂപടം ഉപയോഗിക്കാം. ഓക്കെ, ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതാണ്. ദെൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാവുന്നതാണ്, പ്ലസ് 1 പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പം. എന്താണ് സമൂഹശാസ്ത്ര സങ്കല്പം? ഈ സങ്കല്പം കൊണ്ടുവന്നത്, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരെയും ഓർമ്മ വരിക? സി റൈറ്റ് മിൽസിനെയാണ് ഓർമ്മ വരിക. അദ്ദേഹം കൊണ്ടുവന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന അതേ പേരിൽ തന്നെ അയാൾക്ക് എന്തുകൊണ്ട് ഒരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അയാൾ പറയുന്നത് എന്താണ്? വ്യക്തിയും സമൂഹവും നമുക്കറിയാം, തീർച്ചയായിട്ടും വ്യക്തിയും സമൂഹവും തമ്മിൽ എന്തുണ്ട്? ബന്ധം ഉണ്ട്. അപ്പോൾ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ
വിശകലനം ചെയ്യുന്നതിന് സീറൈറ്റ് മിൽ കൊണ്ടുവന്ന സങ്കല്പമാണ് സമൂഹശാസ്ത്ര സങ്കല്പം അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, അപ്പം വ്യക്തിയും സമൂഹവും എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ആര് കാണിക്കുന്നത്? സീറൈറ്റ് മിൽസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. 5 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതണം. അതറിയാലോ, ആ രീതിയിൽ എഴുതുക. 3 മാർക്കിനാണെങ്കിൽ ഈ രീതിയിലൊക്കെ എഴുതുക. ഓക്കെ, ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ്. ഈ വീഡിയോ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ഫസ്റ്റ് ചാപ്റ്ററിലെ മാർക്ക് മിസ്സാവാതെ കംപ്ലീറ്റ് വാങ്ങാൻ പറ്റും. പിന്നെ ഒബ്ജക്റ്റീവൊക്കെ വരുന്നത് സീറൈറ്റ് മില്ലിൻ്റെതും സോഷ്യോളജിക്കൽ ഇമാജിനേഷനും അതൊക്കെ ആയിരിക്കും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും വരിക. അപ്പോൾ അത് കണ്ടൻറ്റ് പഠിക്കുമ്പോൾ അതിൽ നിന്നത് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.